കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് കുറേയേറെ നീചന്മാർ ചേർന്ന് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു 19 വയസ്സുകാരൻ. ഏതായാലും അവൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ RSBയുടെ രാഷ്ട്രീയ നേതാക്കൾ ഷിബു ബേബി ജോൺ അടക്കം ഉല്ലാസ് കോവൂരടക്കമുള്ള കുറച്ചേറെ പ്രവർത്തകർ അവൻ്റെ വീട്ടിലേക്കെത്തി. ഷിബു ബേബി ജോണിൻ്റെ 1-2 വിദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഒരു സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്നു. അത് നൽകുവാനും കൂടി വേണ്ടിയാണ് അദ്ദേഹം ഹരികൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അദ്ദേഹം അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ആ ഒരു അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഹരികൃഷ്ണൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഹരികൃഷ്ണൻ്റെ സഹോദരിയുടെ ഭർത്താവും കൂടി അന്ന് ഉണ്ടായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. ബാഗിൽ വണ്ടിയിൽ കൊണ്ടുവന്ന സാധനം വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ ഈ ഘോഷയാത്ര ഒരു വളവായിരുന്നു. ഘോഷയാത്ര എത്തിയപ്പോൾ അവിടെ റോഡിന് കുറച്ച് തിരക്കായി. ഈ സൈഡിൽ ഈ ഇവർ മദ്യപിച്ചിട്ട് അവിടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ തിരക്കായപ്പോൾ ഞാൻ ആ തിരക്കിലൂടെ അപ്പുറത്ത് നിന്ന് ചാടി. ഇവന് തിരക്ക് കാരണം ചാടാൻ പറ്റാത്തതുകൊണ്ട് ഇവനവിടെ നിന്ന് ഇവരുടെ ഫ്രണ്ടിലോട്ട് കയറി നിന്നത്. അപ്പം ഇവർക്ക് ഈ കാണാൻ പറ്റില്ല, ഈ വിളക്ക് കാണാൻ പറ്റില്ല പറഞ്ഞ് ഇവനെ അമ്മയ്ക്ക് വിളിച്ചു. ഞാനത് കേട്ടില്ല. നീ എവിടുന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുത്തൂന്ന് വന്നു പറഞ്ഞു. അപ്പോൾ ഈ വരത്തിന് എന്തിനാണ് ഇവിടെ വരുന്നത്, വരത്തിന് എന്തിവിടെ കാര്യമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാണ് ഇവൻ്റെ അടുത്ത് വിക്കിട്ടേറാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീണിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ കുഴപ്പമൊന്നും ഉണ്ടാക്കല്, ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ സോൾവ് ആക്കി വിട്ടതാണ്. എന്നിട്ട് ഞാൻ അവിടുന്ന് അവനെ കൊണ്ട് അമ്പലത്തിനടുത്തോടെ തിരിച്ച് നടക്കുക. ഇവർ പുറകെ കൂടെ വന്നിട്ട് തോളത്ത് കയറ്റിട്ട് പറഞ്ഞു, വാടാ മോനെ ഫുഡ് കഴിക്കാം ഇങ്ങനെ പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഇവർ ഭയങ്കര നിർബന്ധമായി. ഇവരുടെ സൗണ്ട് ടോൺ മാറി മാറി വരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വഴക്ക് ഒഴിവാക്കി വിട്ടതല്ലേ, ഇനിയും ഒഴിവാക്കാൻ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ സമാധാനത്തിന് വേണ്ടി കഴിക്കാമെന്ന് സമ്മതിച്ചു. ഇവർ ഒരു പുള്ളി എൻ്റെ തോളത്തും ഒരു പുള്ളി അവൻ്റെ തോളത്തും കൈയിട്ടേക്ക് വരുന്നു. അപ്പം എന്നെ ഫ്രണ്ടിൽ നടത്തിച്ച് ഇവനെ ബാക്കിലോട്ട് നടത്തിച്ച്. അപ്പോൾ എൻ്റെ നേരെ ഈ അന്നദാന ഫൗണ്ടിൻ്റെ അകത്തോട്ടും കയറ്റി ഇവനെ സൈഡിലോട്ട് കൊണ്ടുപോയി. ഞാൻ ഫ്രണ്ടിൽ നടന്നുകൊണ്ട് ഇവനെ ബാക്കിലോട്ട് കൊണ്ടുപോയി. ഞാൻ ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. ഞാൻ ഫ്രണ്ടിലോട്ട് ചാടി ചേട്ടാ പ്രശ്നം അടിക്കരുത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ഞങ്ങളെ രണ്ടുപേരും കൂട്ടുചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. വരികയാണ് ചെയ്യുന്നത്. അപ്പം വിളക്കായതുകൊണ്ട് ഇവരെ എന്തിനും അടിക്കുന്നു, അവിടെ ഉത്സവമായിരുന്നെങ്കിൽ നമുക്ക് പറയാം എന്തെങ്കിലും കശപക്ഷയാവും. ഈ പുണ്യമായ തിരുവാഭരണത്തിനകത്ത് ഒരടിയാവേണ്ട ആവശ്യമില്ല. അന്നേരം ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ സച്ചു പറഞ്ഞത് അളിയ കമ്മിറ്റിക്കാർ തന്നെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കമ്മിറ്റിക്കാരുടെ അടുത്ത് ആ പോവാളി നമുക്ക് എന്തോ കാര്യം പറയാമെന്ന് വെച്ച് ഞാൻ ഇവരെ കൂട്ടി അങ്ങോട്ട് ചെന്നതും അവന്മാര് സംസാരിച്ചോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ മർദ്ദിക്കുക. സച്ചുവിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തെങ്കിലും രണ്ടുപേരെന്നെ പുറകിൽ നിന്ന് എന്നിട്ട് തലയ്ക്ക് തന്നെ അടിക്കുക. അവർക്ക് നമ്മളെ തലയിലോട്ട് തന്നെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ. അവർക്ക് എന്താ വൈരാഗ്യം എന്ന് അറിയത്തില്ല. ഞാൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയതോ എനിക്ക് അവരെ ഒന്നും കണ്ടുപോലും ഒരു മുട്ടസൂചി കൊണ്ടുപോലും ഞാനവരെ നോവിച്ചിട്ടില്ല. ഇവരെ ആര് ഈ കണ്ട ഇത്രയും പേര് അവിടെ ഉള്ള വീട്ടുകാരായിട്ട് പ്രശ്നം അവരെ കാണുന്നത് നമ്മൾ ആ അടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അവരെ കാണുന്നത് തന്നെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ആദ്യമായിട്ട് അവരെ കാണുന്നതാണ്. അവരെ ഞങ്ങൾ എന്തിനും അവിടെ കാണാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മളാ അമ്മയ്ക്കൊരു ഈ കൊച്ചിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേർച്ചയായിട്ട് കൊച്ചിനെ കിട്ടുമ്പോൾ നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ 5-ാം മാസത്തിൽ വൈകിട്ടോട്ട് വിട്ട നേർച്ചയാണ്. അത് ചെയ്യാനായിട്ട് പോയത് നമ്മളമ്മമാർക്ക് രണ്ടുപേർക്കും അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം ആയതിൻ്റെ ഒരു മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് ബാഗും കൊച്ചും എല്ലാം വിളക്കില്ലാത്ത പോകാൻ പറ്റത്തില്ല. ഒരു 6 മണിക്ക് തുടങ്ങുന്ന വിളക്ക് ഏകദേശം രാത്രി 12 മണിയോട് കൂടിയാണ് തീരുന്നത്. ഇവിടുത്തെ തിരുവാഭരണം അങ്ങനെയാണ്. മുളങ്കാട് ക്ഷേത്രത്തിൽ തുടങ്ങി മരത്തടി അമ്പലത്തിൽ തീരാൻ ഇത്രയും സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇവരെയും കൂടെ ഒരു സേഫ്റ്റി കൊച്ചു കരയിൽ അടിക്കുക ചെയ്താൽ ഇതിൻ്റെ പാല് ഒക്കെ കലക്കുന്നത്. ഒരാളെയാണ് വിളിച്ചപ്പോൾ രണ്ടുപേർക്കും ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾക്ക് പരാതിയാവും. സ്വാഭാവികമായിട്ട് 2 പേരുള്ളപ്പോൾ ഒരു വീട്ടിൽ പോയി. അങ്ങനെ അവർ 2 പേരും വരികയാണ് ചെയ്തത്. ഇവന് നാളെ കോളേജിൽ പോവുകയും വേണം. തിങ്കളാഴ്ച അവരുടെ ബാഗും പുസ്തകവും എല്ലാം എടുത്തുകൊണ്ട് വരാവും. നമുക്കത് 12 മണിയാകുമ്പോൾ രാത്രി ഇങ്ങോട്ട് വണ്ടി ഓട്ടിട്ടുണ്ട്. അതുവഴി കോളേജിൽ പോകാൻ വരെ പറഞ്ഞ് ഞങ്ങൾ എല്ലാം ചെയ്തു പോകുന്നത്. ഞാൻ സംഭവിക്കുന്ന മനസ്സിലായ കാര്യങ്ങൾ അറിയാത്ത ഒരു കാര്യത്തിലാണ് ഞങ്ങൾ പെട്ടായിരുന്നു. എന്തിനവരടിച്ചെന്ന് അവരോട് തന്നെ ചോദിക്കണം. അവർക്കേ അറിയാവും. ഒരു കാരണം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരെയും ഒരു ആശയം പറഞ്ഞിട്ടില്ല. ഞങ്ങളോട്ട് പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അവൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി എന്ന പേരിലാണ് ഇവർ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. ഇവർ ആ പോയത് എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എന്നുള്ള രീതിയിലും എൻ്റെ അനിയന്മാരെന്നുള്ള രീതിയിൽ അളിയന്മാരെന്നുള്ള രീതിയിലല്ല എൻ്റെ അനിയന്മാരെടുത്ത് ഇങ്ങനെ കാണിച്ചു എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും പോയത്. എൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. ഇത്രയും മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണ്, നമ്മൾ അറിയുന്നുമില്ല. അടിച്ചു വീണവനെ പൊക്കിയെടുക്കാൻ പോലും ആരുമില്ലായിരുന്നു. ഞാൻ തന്നെയാണ് പൊക്കിയെടുത്ത് വണ്ടിയിലിട്ട് അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നു. ഒറ്റയ്ക്ക് തന്നെ പൊക്കി വെച്ചുകൊണ്ട് വരികയാണ്. എനിക്ക് ഇത്രയും അടി മർദ്ദനം കിട്ടിയിട്ട് ഞാൻ തന്നെയാണ് അവനെ പൊക്കിയെടുക്കുന്നത്.
ആരും ഒന്ന് എടുത്ത് വണ്ടിക്ക് കൊണ്ടു വെക്കാൻ പോലും മനസ്സിലാക്കി കാണിക്കാത്ത ആൾക്കാരുള്ള സ്ഥലമാണ്. ഇവരെ പേടിയാണ് നാട്ടുകാർക്ക്. ഇവര് പ്രൊഫഷണൽ ഗുണ്ടകളാണെന്ന് തോന്നുന്നു, എനിക്കറിയാം. അവിടെ വന്നാലും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സഹോദരനും അതുപോലെ തന്നെ ആ ഒരു അളിയനും പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ വിഷമമുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം അവിടെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരാൾ പോലും അവരെ പിടിച്ചു മാറ്റാൻ എത്തുന്നില്ല. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല ഉത്സവപ്പറമ്പിലുമൊക്കെ ചില സ്ത്രീകളടക്കം വലിയ രീതിയിൽ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, വിടുക അല്ലെങ്കിൽ വിടുമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വിളിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ കേട്ടില്ല, കണ്ടില്ല. അത് മാത്രവുമല്ല, ആ ഒരു പയ്യനെ അടികൊണ്ട് താഴെ കിടക്കുന്ന സമയത്ത് ആരും തന്നെ ഒരു സഹായത്തിന് ചെന്നില്ല എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുടെ മനസാക്ഷി എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്രത്തോളം മനസാക്ഷി മുരടിച്ച ആളുകളാണോ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രപ്പറമ്പിൽ, ആ ഒരു ഉത്സവപ്പറമ്പിൽ എത്തിയത് എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം വിഷമമുണ്ട്. ഏതായാലും ഇത്രത്തോളം ഇത് കാണിച്ച ഈ ഒരു പ്രതികളെ മാത്രമല്ല അവരുടെ കുടുംബത്തെ അടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം മറ്റൊരു കുടുംബം തകർത്തു, ഒരു 19കാരൻ്റെ ജീവിതവും സ്വപ്നങ്ങളും അവനെ കാത്തിരിക്കുന്ന അവരുടെ വീട്ടുകാരുടെ പ്രതീക്ഷകളും എല്ലാം അടിച്ച് തകർത്ത് എല്ലാം ഇല്ലാതാക്കിയ ഇവന്മാരെ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്തണം.